നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എമ്പുരാൻ കാണാൻ പോവാണ് കേട്ടോ. ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ഇന്നലേക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പം ഇന്നേക്ക് ടിക്കറ്റൊക്കെ എടുത്തു പോവാണ്. 4:45 ഷോ. ഇപ്പം 4 മണിയായി. 20 മിനിറ്റേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പടത്തിൻ്റെ റിവ്യൂസ് ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. ആരോടും അഭിപ്രായം ചോദിച്ചിട്ടില്ല. കണ്ടിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആരെടുത്തും അഭിപ്രായം ഒന്നും ചോദിച്ചിട്ടില്ല. നേരെ പോയി കണ്ടിട്ട് എനിക്കിഷ്ടമല്ല അങ്ങനെ പടം നമ്മൾ കാണണമെന്ന് വിചാരിച്ച പടമാണെങ്കിൽ അഭിപ്രായം ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല. ചില സമയത്ത് നമ്മൾ കാണണോ വേണ്ടോ എന്നുള്ള ഇതൊന്നും നമ്മൾ അഭിപ്രായം ചോദിക്കാണ്ട് കാണാൻ തീരുമാനിച്ചിട്ടുള്ള പടം. എന്നും ലൂസിഫർ കണ്ടപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുള്ള പടമാണ് അഭിപ്രായം ചോദിക്കാണ്ടേ കാണുന്നുള്ള കാര്യം. അതുകൊണ്ട് ചോദിച്ചിട്ടില്ല. ചില പടങ്ങളുണ്ടാവുമല്ലോ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് വേണോ വേണ്ടയോ എന്നുള്ള, അതൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഇത് അഭിപ്രായം ഒന്നും ചോദിക്കാണ്ട് പോവാണ്. ഒന്നും യൂട്യൂബിൽ അങ്ങനെ അതിൻ്റെ എന്തെങ്കിലും വരുമ്പോൾ വേഗം സ്ക്രോൾ ചെയ്ത് പോകും. ഫേസ്ബുക്കൊക്കെ നോക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ നോക്കാറില്ല. അത് കേട്ടാൽ ചിലപ്പോൾ നമുക്ക് അത് മൈൻഡിൽ കിടക്കില്ലേ. അപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊന്നും കേൾക്കാണ്ടാണ് പോണത്. അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. ലൂസിഫർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുപോലെ ഇതും അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് പോയി നോക്കട്ടെ. ഞങ്ങളിവിടെ എടപ്പാൾ ഗോവിന്ദയിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോള് കോളേജിൽ നിന്ന് വരും, അപ്പോഴത്തേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. എടപ്പാളെത്തും. അപ്പോൾ അവളെയും കൂട്ടിയിട്ട് അങ്ങനെ പോകണം. സാധാരണഗതിയിൽ ഞാൻ മൂവിക്ക് പോകുമ്പോൾ ഊട്ടിയിലൊക്കെ പോണ പോലെ ഉണ്ടാ പോകാറുള്ളത്. ഇന്നിപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല. ചെറിയൊരു ഷാള് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിറയെ ആൾക്കാരുള്ളപ്പോൾ കുറച്ച് തണുപ്പ് കുറയുമെന്ന് വിചാരിക്കുന്നുണ്ട്. തണുക്കുകയാണെങ്കിൽ പുതയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഷാളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് പോകാറുള്ളത് മൂവി കാണാൻ പോകുമ്പോൾ. അവിടെ ഒരു ലോറി തല തിരിഞ്ഞ് കിടക്കുന്നുണ്ട്, ബ്ലോക്ക് ആയിട്ടുണ്ട്. എന്താണാവോ സംഭവം? പണി നടക്കും. പണി നടക്കുന്ന സ്ഥലമാണ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഒരു സൈഡിൽ കൂടെ വണ്ടി പോകുന്നുള്ളൂ. നമ്മളുടെ നാട്ടിൽ നടക്കണ പോലെ റോഡ് പണി വേറെ എവിടെ ഉണ്ടാവില്ല. എന്നാൽ റോഡ് നല്ലതാണോ? അതൊട്ടല്ല താനും. ഇവിടെ ഒന്നും ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. എന്നാലും ചില സ്ഥലങ്ങളൊക്കെ ജംഗ്ഷനിലെ കുഴിയൊക്കെ എന്ത് കുഴിയാണ്! അത് എല്ലാം റെഡിയാക്കാന്ന് വിചാരിച്ച നടക്കുമോ? എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒരു താൽക്കാലിക ശമനം ഉണ്ടാക്കിക്കൂടെ? ഈ 2 വീലറിലൊക്കെ പോണ ആൾക്കാർക്ക് എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ ആ റോട്ടിൽ കൂടെ പോകുമ്പോൾ. വാഹനങ്ങളൊക്കെ ഇങ്ങനെ ചരിഞ്ഞിട്ട് വല്ല ആടി ഒലഞ്ഞ് ബോട്ടൊക്കെ പോകുന്ന പോലെ പോകുന്നത്. എത്ര അപകടമാണെന്നറിയോ. ഇനി എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴാവും എല്ലാവരും സടകുടഞ്ഞ് എഴുന്നേൽക്കുക. അതുവരെ ഒരാളും വേണ്ടില്ല. ഈ ബസ്സുകാരൊക്കെ എന്തിനാണ് നമ്മളെ പിറകെ നടന്ന് ഇങ്ങനെ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഏതെങ്കിലും ബസ്സിന്റെ പിറകെ നടന്നിട്ട് ബസ്സിന്റെ പിറകെ പോയിട്ട് ഹോൺ അടിക്കാറുണ്ടോ? ഇല്ലല്ലോ. ഫ്രണ്ടിലൊരു ലോറിയാണേ. ഇത് പോയാലല്ലേ നമുക്ക് ഫ്രണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇയാള് ബാക്കിൽ കിടന്നിട്ട് ഇങ്ങനെ വിസിലടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നോക്കൂ എന്ത് തിരക്കാണെന്ന്. റൈറ്റ് സൈഡ് ഒരു ഗ്യാപ്പും ഇല്ല. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഈ ലോറിയാണ് നിൽക്കുന്നത്. നമുക്കൊന്ന് സൈഡ് എവിടെ കൊടുക്കാനാ? ഇയാള് വെറുതെ കിടന്ന് വിസിലടിച്ചുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹമാണ് ആ ബസ്. ഇവർക്ക് തിരക്കണേ കുറച്ച് നേരത്തെ ഇറങ്ങിക്കൂടെ? റോഡ് ഇങ്ങനെ മാറി ഇവരൊക്കെ വിചാരിക്കണം, ആലോചിക്കണ്ടേ? റോഡിൽ ആളുകൾ കൂടി, വാഹനങ്ങൾ കൂടി, റോഡിന്റെ സൗകര്യം അതേപോലെ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ഇവരിങ്ങനെ വിസിലടിച്ചു സമയത്തിന് എത്തണം എന്ന് പറഞ്ഞ് ഓടിയിട്ട് ഒരു കാര്യമില്ല. വിസിലടിക്കുന്നതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവരെ ഹോണിട്ടാ. ഹോണാണ്, പക്ഷെ ഒരു വിസിൽ പോലത്തെ. ഇനി വിസിലാണോ അടിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും കേൾക്കുമ്പോൾ നമുക്കത്ര സുഖകരമല്ല. വെയിറ്റിംഗ് ഫോർ മോൾ. ഇന്ന് ഞങ്ങൾ സ്കൂളിൽ നോമ്പ് തുറയാണ് കേട്ടോ. അപ്പോൾ ഇനി വേറെ ദിവസങ്ങളൊന്നുമില്ല. ഞങ്ങൾ പെട്ടെന്നാണ് ഇങ്ങനെ വേണമെന്നുള്ള തീരുമാനങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ ദിവസങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്നാണ് നോമ്പ് തുറ ഉണ്ടായത്. അപ്പോൾ നോമ്പ് ഇതാണെങ്കിൽ ടിക്കറ്റ് കുറച്ച് മുമ്പേ ബുക്ക് ചെയ്തതല്ലേ. അപ്പോൾ നോമ്പ് തുറയ്ക്ക് പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടിലാണ്. കാരണം 3 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു പടം. അപ്പോൾ ഇനി അപ്പോഴത്തേക്ക് കഴിയുമെന്നൊന്നും അറിയില്ല. 4:45 തുടങ്ങിയിട്ട്.
പിന്നെ ഉച്ചയ്ക്കൊന്ന് പോയി കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് പോന്നു. നിൽക്കില്ല, കുറച്ച് നേരം ഹെൽപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തായാലും എത്താൻ പറ്റില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പോകാൻ പറ്റുമോ നോക്കണം, വിളിച്ചു നോക്കണം ആരെങ്കിലുമൊക്കെ ഉണ്ടോ അവിടെ. പോയിട്ടില്ല വെച്ചെങ്കിൽ ഒന്ന് പോയി തല കാണിച്ചിട്ട് വരണം. ന്യൂ എയർപോർട്ടിന്റെയും കൊച്ചി മെട്രോയുടെയും IS